ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എൻജിൻ ബേൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നോർമലി എല്ലാവരും നമ്മുടെ കാറ് ഫുൾ ക്ലീൻ ചെയ്യാനും ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യലും എക്സ്റ്റീരിയർ ക്ലീൻ ചെയ്യുമെങ്കിലും ആരും എൻജിൻ ബേ ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ അത് പറഞ്ഞ പോലെ നോർമലായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റില്ല, വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ലായിരിക്കും. കുറേ സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ട് വെള്ളം അടിക്കുന്നത് ഡയറക്റ്റ് സ്പ്രേ അടിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ചില ഹോൾസുകളുണ്ടാവും ഈ എയർ പോകാനും അതുപോലെ എക്സ്ട്രാ ഹീറ്റ് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം കയറും, അപ്പോൾ എൻജിൻ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് എന്തായാലും ഒരിക്കലും കഴുകരുത് വെച്ചിട്ട് ജസ്റ്റ് തുടയ്ക്കാമെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഈ നമ്മുടെ ഈ ഇടയ്ക്കിടയ്ക്ക് പോയിൻറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ, അവിടേക്കും വെള്ളം വെക്കാൻ പാടില്ലായിരിക്കുക. അതുപോലെ നമ്മൾ ഈ റെയിനുള്ളപ്പോഴും തുറന്നു വയ്ക്കാനൊന്നും പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ WD-40 എന്ന് പറഞ്ഞൊരു സ്പ്രേ കൊണ്ടാണ്. ഇത് ഞാൻ ഇതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിന് ഇഷ്ടം പോലെ യൂസുകളാണ്, ഭയങ്കര യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഇടുന്നുണ്ട്. 240 രൂപയുള്ള ഒരു ബോട്ടിലിന്, വലിയ ബോട്ടിലിന്. ഇതൊരു എന്താ വെച്ചാൽ ഇന്ത്യൻ പ്രൊഡക്റ്റ് ഒന്നല്ല, അത് UK പ്രൊഡക്റ്റാണ്, ഇമ്പോർട്ട് ചെയ്യുന്നതാണത്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കാണാം, കുറേ ഫോറിൻ വീഡിയോസിനെ കുറിച്ചുണ്ട്. ഇത് ഈ കാറിൽ മാത്രമല്ല, കാറിൽ, ബൈക്കിൽ, വീട്ടിൽ നിറച്ച് യൂസാണ് ഇതിനെ കൊണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അണ്ടർ ബോഡി കോട്ടിംഗ് ആയിട്ട് വേണമെങ്കിൽ അടിക്കാം, അത്രയ്ക്ക് നല്ലതാണ്, റസ്റ്റും വരില്ല. നമ്മുടെ നമ്മുടെ റസ്റ്റ് പിടിച്ചിട്ട് സ്ക്രൂ ടൈറ്റാക്കി ഉണ്ടെങ്കിൽ അത് അടിച്ചെടുത്തിട്ട് സുഖമായിട്ട് ഊരി കളയാം. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. നമ്മുടെ ഈ ബൈക്കിൻ്റെ ചെയിൻ ലൂബിനായിട്ട് ഉപയോഗിക്കാം. എന്നാൽ മൾട്ടിപ്പിൾ യൂസാണ്. നിങ്ങൾക്ക് 240 രൂപീസിന് നിങ്ങൾക്ക് അണ്ടർ ബോഡി അടിക്കാൻ ശരിക്കും 2 ബോട്ടിൽ ധാരാളമായിരിക്കും. അപ്പോൾ ഒരു 500 രൂപയ്ക്ക് സാധനം കാര്യം കഴിഞ്ഞ് കിട്ടും. മറ്റേ ഒരു വെറുതെ ടെഫ്ലോൺ കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, താഴെ ആൻറ്റി റസ്റ്റ് കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ സംഭവം അടിച്ചിട്ടാണ് തരാം സാധാരണ. അപ്പോൾ ഇതിന് നമുക്ക് എൻജിൻ ബേ ക്ലീൻ ചെയ്യാൻ വേണ്ടിയത് ജസ്റ്റ് ഒരു മൈക്രോഫൈബർ ക്ലോത്തും പിന്നെ നമ്മുടെ ഈ സ്പ്രേയുമാണ്. അപ്പോൾ നമുക്ക് അതെടുക്കാം. അപ്പോൾ ഇതാണ് സംഭവം നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് WD-40 ബോട്ടിൽ. ഇതൊരു ഇപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കാം 341 420 ml ഒരു ബോട്ടിലാണിത്. ഇവിടെ കാണാം നമുക്ക്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, മെയ്ഡ് ഇൻ UK, യുണൈറ്റഡ് കിങ്ഡമാണിത്, ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. 350 രൂപീസ്. പക്ഷേ ആമസോണിൽ 300-ന് താഴെ വരുന്നുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ഇത് വേരിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യൂസ് തന്നെ അവർ കുറേ അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഞാനൊന്ന് കറക്റ്റ് ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം. എന്താ ഇലക്ട്രിക്കൽ ടെർമിനൽസ്, നമുക്ക് ബാറ്ററീൻ്റെ ടെർമിനൽസിലൊക്കെ അടിക്കാം. ഇപ്പോൾ ഈ ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പോയി കിട്ടും ഇതൊക്കെ. പിന്നെ ഇഷ്ടംപോലെ യൂസുകളാണ്. ലൂബ്രിക്കേഷൻ അടിക്കാം, ഞാൻ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ ചെയിൻ ലൂബായിട്ട് അടിക്കാം. അതുപോലെ PCBയുടെ ഇലക്ട്രിക് സ്ട്രെങ്ത്, അതിനെല്ലാത്തും അടിക്കാം നിങ്ങൾക്ക് ഇതുകൊണ്ട്. മൾട്ടിപ്പിൾ യൂസാണ്. നട്ട്സ് ആൻഡ് ബോൾട്ട് ലൂസും ചെയ്യാം, ലൂബ്രിക്കേറ്റ് എയർ ടൂൾസ് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ അടിക്കാം. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊന്ന് ആദ്യം അടിച്ചു കൊടുക്കാം. നമുക്ക് ഷെയ്ക്ക് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇത് വേറൊരു പ്രൊഡക്റ്റാണ്, ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. നിക്കായി എന്ന് പറഞ്ഞൊരു സാധനം, ആൻറ്റി റസ്റ്റാണെങ്കിൽ ഇത് ആൻറ്റി റസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ താഴെ അടിച്ചു കൊടുക്കാൻ വേണ്ടി നല്ലതാണ്. ആൻറ്റി റസ്റ്റ് സ്പ്രേ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ സ്പ്രേ എന്ന സാധനം. ഇതും ആമസോണിൽ അവൈലബിൾ ആണ്. 399 ഇല്ല, 300-ന് താഴെ ഉള്ളൂ. നിക്കായിന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിപ്പോൾ ആൻറ്റി റസ്റ്റ് ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഇടാം, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങാമല്ലോ. അപ്പോൾ നമുക്കിത് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാൻ പോകണം. ഇതൊക്കെ എവിടെയാണ് വേണ്ട അവിടേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മുടെ എഞ്ചിൻ്റെ മെയിൻ സ്ഥലത്ത്, അതുപോലെ ബാറ്ററിക്കൊക്കെ അടിച്ചു കൊടുക്കാം നമുക്കിതുകൊണ്ട്. ബാറ്ററിയുടെ ടെർമിനൽസിലൊക്കെ അടിക്കാം, ഒരു കുഴപ്പമില്ല, ക്ലീൻ ആവും. മറ്റേ ഇതേപോലെ ഇവിടെ എല്ലാ സ്ഥലത്തും അടിക്കാം. സ്പ്രേ ആയിട്ടാണ് വരിക. ഇതിപ്പോൾ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ബൈക്കിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ നമ്മുടെ എന്താ പറയുക, റസ്റ്റിങ് വരുന്ന സ്ഥലത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് നല്ലോണം അടിച്ചു കൊടുക്കാം. പക്ഷെ എന്നിട്ട് നമുക്ക് എന്തായാലും വൈപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ നല്ല ഷൈനിങ്ങും വരും, പുതിയ പോലെ ഇരിക്കുകയും ചെയ്യും. ഈസിയാണ്. ഒരു സ്മെല്ലെന്ന് വെച്ചാൽ അത്ര നല്ല പൊട്ട സ്മെല്ലൊന്നുമല്ല, അത്യാവശ്യം നല്ല സ്മെല്ല് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പോളിഷ് ചെയ്യുന്ന പോലെ നല്ലൊരു കളറും കിട്ടും, ശരിക്കും നല്ല തിളങ്ങും. നമ്മുടെ ഓയിൽ കൊണ്ട് തുടയ്ക്കണ പോലെയാണ്. പിന്നെ ഈ റസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ടെർമിനൽസിലൊക്കെ അടിച്ചു കൊടുക്കാം. ടെർമിനൽസിലൊക്കെ അടിച്ചു കൊടുത്താൽ അപ്പോൾ അവിടെ ഡസ്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് പോവും. ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു, അതിവിടെ തുടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഫുൾ ക്ലീൻ ചെയ്യാൻ ശരിക്കും. ഞാൻ താഴെയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അണ്ടർ ബോഡി കോട്ടിങ്ങിന് പകരമായിട്ട്.
ചെയ്തിട്ടുണ്ടെന്നില്ല. അപ്പോൾ ഇതിന് വരെ അതടിച്ചു കൊടുത്തത്. നല്ല ചളി വരുന്നുണ്ട്. പിന്നൊരു പുതിയ തിളക്കവും കിട്ടും. ശരിക്കും പോളിഷ് ചെയ്ത പോലെ കിട്ടും. എന്താ നിങ്ങൾക്കിപ്പോൾ ഡിഫറൻസ് കാണാം. നല്ല തിളക്കായുണ്ട്, ചളിയൊക്കെ പോകുന്നുണ്ട്. ഇത് ഫുള്ളടിച്ച് കൊടുക്കണം. അപ്പോൾ ഫുള്ളടിക്കണമെങ്കിൽ വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, അപ്പോൾ ലെങ്ത്തും കൂടും. ശരിക്കും അത് ഇവിടെയൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് റെസ്റ്റ് വന്നുണ്ട്. ഇത് പക്ഷേ റെസ്റ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല. അത് എന്നാലും നമുക്ക് റെസ്റ്റ് വരാനായിട്ടേക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ താഴെ കാർ കുറച്ച് പൊന്തിയിട്ട് വെക്കണമെന്നൊക്കെ നമുക്ക് താഴെ കൂടെ അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മുടെ ഇത് കിട്ടും, ഇങ്ങനെ നീട്ടത്തിൽ അടിക്കാനുള്ള ട്യൂബ് പോലെ. അതുകൊണ്ട് നിങ്ങൾക്ക് താഴെ നിന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ താഴെയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ മഴക്കാലത്തിന് മുമ്പ്, ഇപ്പോൾ ഈ റെസ്റ്റ് വരാണ്ടിരിക്കാൻ. ഞാൻ കോട്ടിങ് ചെയ്തിട്ടുണ്ടാകുന്നില്ല. അത് എനിക്കങ്ങനെ ഇത് തോന്നിയില്ല. അവർ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ ഉറപ്പില്ല. ഈ 300-400 റുപ്പീസ് വാങ്ങിച്ചിട്ട് അത് വെറുതെ സ്പ്രേ വെച്ച് അടിക്കുകയാണോ, നമുക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ചെയ്യാൻ പോയില്ല. അപ്പോൾ എൻജിൻ ബ്രേക്ക് ക്ലീൻ ചെയ്യാൻ ബെസ്റ്റ് പ്രോഡക്റ്റാണ്. നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോളൂ. ആവശ്യം വരും, നല്ല വീട്ടിലാവശ്യം വരും. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ അതിൻ്റെ വീഡിയോ മുമ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് വീഡിയോ എൻഡിങ് സമയത്ത് ആ വീഡിയോ ഇടാം, അതുപോലെ മുകളിലും കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ യൂസസ് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ. കാറുള്ളവർക്ക് മാത്രമല്ല, കാറും ബൈക്കും വീട്ടിലും ഇഷ്ടംപോലെ യൂസസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണിത്. പിന്നെ ഫോറിൻ പ്രൊഡക്റ്റാണ്. ഓൾ ഓവർ ഭയങ്കര ഫേമസ് ആയ പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മുടെ പിഡലൈറ്റ് പോലത്തെ ഒരു കമ്പനി ഇത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ മോയ്സ്ചറൊക്കെ പോകുമ്പോൾ അടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പിന്നെ റെസ്റ്റ് വരില്ല എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എൻജിൻ ബേ ക്ലീൻ ചെയ്യുക. എന്തായാലും എൻജിൻ ബ്ലേയും ക്ലീൻ ചെയ്യേണ്ട സ്ഥലമാണ്. റെഗുലറായിട്ട് വേണമെങ്കിലും ഇടയ്ക്കെങ്കിലും ക്ലീൻ ചെയ്യുക. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാൻ പോകണം. ഇതൊക്കെ എവിടെയാണ് വേണ്ട അവിടേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മുടെ എഞ്ചിൻ്റെ മെയിൻ സ്ഥലത്ത്, അതുപോലെ ബാറ്ററിക്കൊക്കെ അടിച്ചു കൊടുക്കാം. നമുക്കിതുകൊണ്ട് ബാറ്ററിയുടെ ടെർമിനൽസിലൊക്കെ അടിക്കാം, ഒരു കുഴപ്പമില്ല, ക്ലീൻ ആവും. മറ്റേ ഇതേപോലെ ഇവിടെ എല്ലാ സ്ഥലത്തും അടിക്കാം. സ്പ്രേ ആയിട്ടാണ് വരിക. ഇതിപ്പോൾ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ബൈക്കിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ നമ്മുടെ എന്താ പറയുക, റസ്റ്റിങ് വരുന്ന സ്ഥലത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് നല്ലോണം അടിച്ചു കൊടുക്കാം. പക്ഷെ എന്നിട്ട് നമുക്ക് എന്തായാലും വൈപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ നല്ല ഷൈനിങ്ങും വരും, പുതിയ പോലെ ഇരിക്കുകയും ചെയ്യും. ഈസിയാണ്. ഒരു സ്മെല്ലെന്ന് വെച്ചാൽ അത്ര നല്ല പൊട്ട സ്മെല്ലൊന്നുമല്ല, അത്യാവശ്യം നല്ല സ്മെല്ല് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പോളിഷ് ചെയ്യുന്ന പോലെ നല്ലൊരു കളറും കിട്ടും. ശരിക്കും നല്ല തിളങ്ങും. നമ്മുടെ ഓയിൽ കൊണ്ട് തുടയ്ക്കണ പോലെയാണ്. പിന്നെ ഈ റസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടെർമിനൽസിലൊക്കെ അടിച്ചു കൊടുക്കാം. ടെർമിനൽസിലൊക്കെ അടിച്ചു കൊടുത്താൽ അപ്പോൾ അവിടെ ഡസ്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് പോവും. ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ തുടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫുൾ ക്ലീൻ ചെയ്യാൻ ശരിക്കും. ഞാൻ താഴെയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അണ്ടർ ബോഡി കോട്ടിങ്ങിന് പകരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നില്ല. അപ്പോൾ ഇതിന് വരെ അത് അടിച്ചു കൊടുത്തത്. നല്ല ചളി വരുന്നുണ്ട്. പിന്നൊരു പുതിയ തിളക്കവും കിട്ടും. ശരിക്കും പോളിഷ് ചെയ്ത പോലെ കിട്ടും. എന്താ നിങ്ങൾക്കിപ്പോൾ ഡിഫറൻസ് കാണാം. നല്ല തിളക്കായുണ്ട്, ചളിയൊക്കെ പോകുന്നുണ്ട്. ഇത് ഫുള്ളടിച്ച് കൊടുക്കണം. അപ്പോൾ ഫുള്ളടിക്കണമെങ്കിൽ വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, അപ്പോൾ ലെങ്ത്തും കൂടും. ശരിക്കും അത് ഇവിടെയൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് റെസ്റ്റ് വന്നുണ്ട്. ഇത് പക്ഷേ റെസ്റ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല. അത് എന്നാലും നമുക്ക് റെസ്റ്റ് വരാനായിട്ടേക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ താഴെ കാർ കുറച്ച് പൊന്തിയിട്ട് വെക്കണമെന്നൊക്കെ നമുക്ക് താഴെ കൂടെ അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മുടെ ഇത് കിട്ടും, ഇങ്ങനെ നീട്ടത്തിൽ അടിക്കാനുള്ള ട്യൂബ് പോലെ. അതുകൊണ്ട് നിങ്ങൾക്ക് താഴെ നിന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ താഴെയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ മഴക്കാലത്തിന് മുമ്പ്, ഇപ്പോൾ ഈ റെസ്റ്റ് വരാണ്ടിരിക്കാൻ. ഞാൻ കോട്ടിങ് ചെയ്തിട്ടുണ്ടാകുന്നില്ല. അത് എനിക്കങ്ങനെ ഇത് തോന്നിയില്ല. അവർ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ ഉറപ്പില്ല. ഈ 300-400 റുപ്പീസ് വാങ്ങിച്ചിട്ട് അത് വെറുതെ സ്പ്രേ വെച്ച് അടിക്കുകയാണോ, നമുക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ചെയ്യാൻ പോയില്ല. അപ്പോൾ എൻജിൻ ബ്രേക്ക് ക്ലീൻ ചെയ്യാൻ ബെസ്റ്റ് പ്രോഡക്റ്റാണ്. നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോളൂ. ആവശ്യം വരും, നല്ല വീട്ടിലാവശ്യം വരും. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ അതിൻ്റെ വീഡിയോ മുമ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് വീഡിയോ എൻഡിങ് സമയത്ത് ആ വീഡിയോ ഇടാം, അതുപോലെ മുകളിലും കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ യൂസസ് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ. കാറുള്ളവർക്ക് മാത്രമല്ല, കാറും ബൈക്കും വീട്ടിലും ഇഷ്ടംപോലെ യൂസസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണിത്. പിന്നെ ഫോറിൻ പ്രൊഡക്റ്റാണ്. ഓൾ ഓവർ ഭയങ്കര ഫേമസ് ആയ പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മുടെ പിഡലൈറ്റ് പോലത്തെ ഒരു കമ്പനി ഇത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ മോയ്സ്ചറൊക്കെ പോകുമ്പോൾ അടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പിന്നെ റെസ്റ്റ് വരില്ല എന്ന് പറയുന്നത്.
അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എൻജിൻ ബേ ക്ലീൻ ചെയ്യുക. എന്തായാലും എൻജിൻ ബേയും ക്ലീൻ ചെയ്യേണ്ട സ്ഥലമാണ്. റെഗുലറായിട്ട് വേണമെങ്കിലും ഇടയ്ക്കെങ്കിലും ക്ലീൻ ചെയ്യുക. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.